चित्रिता यात्मन परम पावनी कला सा शिवानी विदधातु शारदा शारदेन्दु किरणोज्ज्वलाकृति। ശ്രീ ഗുരുഭ്യോ നമഃ. ഏകൈകം രുദ്രത്വമാസീതിതി. ഏകൈകം രുദ്രത്വമാസീതിതി. ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. അതീതാകാമിനോരസത്വം യതഃ യതേതദന്വിച്ഛത. അതീതാകാമിനോരസത്വം യതഃ യതേതദന്വിച്ഛത. പരിമാണം തതഃ. പരിമാണം തതഃ. ശ്രീ ഗുരുഭ്യോ നമഃ. സദസദോരന്യോന്യകാര്യകാരണത്വാത്. സദസദോരന്യോന്യകാര്യകാരണത്വാത്. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര ചിന്ത ആരംഭിക്കുന്നു. നമ്മൾ 12ാമത്തെ സൂത്രമാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12ാമത്തെ സൂത്രം ഏകദേശം ഒത്ത നടുക്കുള്ള സൂത്രമാണ്. ഗുരു ആദ്യം മുതലുള്ള സൂത്രങ്ങളിലൂടെ പറഞ്ഞു വെച്ചത് ഒരു ശിഷ്യനിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ആ ശിഷ്യനുണ്ടാകുന്ന ബോധമാണ് ഞാൻ ആ പരമസത്യം തന്നെയാണ് എന്നുള്ളത്. ഓഡിയോ മ്യൂട്ട് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് സൂത്രം നോക്കാം. ബ്രഹ്മൈവാഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. എന്നാലും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയവർക്കും വേണ്ടി കൂടി ഒന്നുകൂടെ പറയാം. ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി എന്നുള്ളതാണ് സൂത്രം. അതായത് ഒന്നാമത്തെ സൂത്രം അതിൽ അവസാനിക്കുന്നത് ബ്രഹ്മൈവാഹം എന്ന പദം കൊണ്ടാണ്. അതിവിടെ ആ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനത്തിലേക്ക് ശിഷ്യൻ എത്തുകയാണ്. ഇവിടെ ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഇതിന്റെ പദച്ഛേദം പറഞ്ഞു. ബ്രഹ്മ ഏവ അഹം ബ്രഹ്മൈവാഹം തദിദം. തത് പ്ലസ് ഇദം തദിദം. പിന്നെ അടുത്ത വാക്ക് ബ്രഹ്മ ഏവ അഹം അസ്മി ബ്രഹ്മൈവാഹമസ്മി. പദങ്ങൾ പിരിച്ച് തന്നെ സൂത്രം നമ്മൾ പഠിക്കണം. ഓരോ വാക്കിന്റെ അർത്ഥം പഠിക്കണം. ബേസായിട്ട് അതെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിലേ ഉണ്ടാവണം. ഒരാൾക്ക് ഈ സൂത്രം ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ചൊല്ലാൻ പഠിപ്പിക്കണമെങ്കിൽ, ഇതൊന്ന് പിരിച്ചു പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് ഓരോ പദങ്ങളും പിരിച്ച് പിരിച്ച് പറയുന്നത്. പിന്നെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ബ്രഹ്മ ഏവ അഹം. ബ്രഹ്മ ഏവ അഹം. ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഈ ഏവ എന്നുള്ളതിന് ആ ഒരു ഉറപ്പിക്കലാണ്, അവധാരണ ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞു. പറഞ്ഞതിന്റെ ഒന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് ബ്രഹ്മ ഏവ അഹം. ആദ്യം പറഞ്ഞല്ലോ ബ്രഹ്മൈവാഹം എന്ന ആദ്യത്തെ സൂത്രത്തിൽ. ആ ബോധത്തിലേക്ക് എത്തുകയാണ്. ബ്രഹ്മം തന്നെയാണ് ഞാൻ, അല്ലെ? അവിടെ യാതൊരു ഭേദങ്ങളുമില്ല. ഏകാത്മകതയിലേക്ക് എത്തുകയാണ്. ബ്രഹ്മ ഏവ അഹം. എല്ലാവർക്കും ഇത് പുറത്തൊരു ശിഷ്യനെ അല്ല പഠിപ്പിക്കണേ ഗുരു, നമ്മളെ തന്നെയാ പഠിപ്പിക്കണേ. അപ്പൊ നമുക്കാണ് ഈ ബോധം ഉണ്ടാവേണ്ടത്. അപ്പൊ ഇന്നലെ
സഹനാവതു എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ മുന്നിൽ ഗുരുവും നമ്മളും ഉള്ളൂ, വേറെ ആരും ഇല്ല അവിടെ. അപ്പോൾ ആ ശിഷ്യന്മാരെ ഒറ്റയായിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നത് പോലെ നമുക്ക് ആ ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ പറയുന്ന വാക്കുകളായി സങ്കല്പിച്ചുകൊണ്ട് നമുക്കിത് ശ്രവിക്കാം. അപ്പൊ ബ്രഹ്മ ഏവ അഹം, ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏവ ശബ്ദം ആ അവധാരണ ശബ്ദമാണ്, ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമാണ്. ഇനി പറയാണ് തദിതം, അത് തന്നെയാണിത്. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മശബ്ദമാണ്, ഇതം പ്രപഞ്ച ശബ്ദമാണ്. തദിതം, അപ്പൊ അത് തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം. നാം ജീവിക്കുന്ന, നാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഇന്ദ്രിയവേദ്യമായ ഈ പ്രപഞ്ചവും ആ ബ്രഹ്മം തന്നെയാണ്. വീണ്ടും അത് ഉറപ്പിക്കുകയാണ്, ബ്രഹ്മൈവാഹമസ്മി, ബ്രഹ്മ ഏവ അഹം അസ്മി, ബ്രഹ്മം തന്നെയാണ് അഹം അസ്മി, ഞാനാവുന്ന സത്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്. ഒരു സംശയം അവിടെ ഇല്ല. കാരണം ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, നിത്യാനിത്യ വിവേകം വന്നു, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം വന്നു, ശമാധി ഷഡ്ക സമ്പത്തി വന്നു, മുമുക്ഷുത്വം ഒക്കെയുള്ള നല്ലൊരു മുമുക്ഷുവാണ് ഗുരുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തട്ട് മതി ആ ഒരു വെളിച്ചത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ സൂത്രാർത്ഥം നമ്മൾ പറഞ്ഞു, ബ്രഹ്മം തന്നെയാണ് ഞാൻ, ആ ബ്രഹ്മസത്യം തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ആ ബ്രഹ്മസത്യം തന്നെയാണ് ഞാനാകുന്ന സത്യമായിരിക്കുന്നത്. എന്നിലും പ്രപഞ്ചത്തിലും എല്ലാം പൊരുളായിരിക്കുന്നത് ആ പരമചൈതന്യം തന്നെ എന്നാണ് ആ സൂത്രത്തിന്റെ അർത്ഥം. നമ്മളവിടെ ഉപനിഷത്തിൽ വേദത്തിന്റെ ആകമേയുള്ള തത്വത്തെ എടുത്തുകൊണ്ട് 4 മഹാവാക്യങ്ങൾ നമുക്ക് ഗുരുക്കന്മാർ തന്നിട്ടുണ്ട്. ഋഷീശ്വരന്മാർ ആ 4 മഹാവാക്യത്തെയും കുറിച്ച് നമ്മളൊന്ന് വിചാരം ചെയ്തു. പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ആ 4 മഹാവാക്യത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അതേ ആശയം തന്നെയാണ് ബ്രഹ്മൈവാഹം എന്നും ബ്രഹ്മൈവാഹം അസ്മി എന്നുള്ളതിനുമൊക്കെ എന്ന് നമ്മൾ വിചാരം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയണത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഗുരു പറഞ്ഞു തരണമെന്നാണെങ്കിൽ, നമ്മളവിടെ ബ്രഹ്മസൂത്രത്തിലെ ഒരു സൂത്രം നമ്മൾ എടുത്തു പറഞ്ഞു, ആവൃത്തി രസകൃത ഉപദേശാദം. നമ്മൾ ഏത് കാര്യമാണെങ്കിലും, കാരണം ഉപദേശങ്ങൾ ഗുരുക്കന്മാര് ഋഷീശ്വരന്മാര് നമുക്ക് തരുന്ന ഉപദേശങ്ങൾ ഒറ്റ വാക്കുകൊണ്ടൊന്നും അല്ലെങ്കിൽ 10 പ്രാവശ്യം പറഞ്ഞത് കൊണ്ടൊന്നും നമ്മളിലേക്ക് ആവില്ല. അത് വീണ്ടും 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 ആ സത്യത്തെ ശ്രവിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ആ സത്യത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആവർത്തിച്ച് പറയുന്നതും അസകൃത് വീണ്ടും വീണ്ടും പറയുന്നതും പല പ്രാവശ്യം പറയുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപദേശാത്, ഗുരുവിന്റെ ഉപദേശം ആയതുകൊണ്ടാണ്. ആ ഉപദേശം വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് ശിഷ്യന്റെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി തരുന്ന ആ ഉപദേശങ്ങൾ നമ്മൾ ശ്രവിച്ച് 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 വേണം നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചമാകാൻ. അക്കാഡമിക്കിൽ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട, 1/2 മിനിറ്റ് പോലും വേണ്ട അത് പഠിക്കാൻ. പക്ഷെ അത് അങ്ങനത്തെ പഠിത്തമല്ല ഉദ്ദേശിക്കുന്നത്. ശിഷ്യന്റെ ഉള്ളിൽ ഒരു വെളിച്ചം വരാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ ഉപദേശത്തെ കേൾക്കണം എന്നർത്ഥം. അപ്പൊ നമ്മള് ഈ ഉപാസനയിൽ നിന്ന് വിട്ടുപോകാതെ സാധകൻ ബ്രഹ്മത്തെ തന്റെ ആത്മാവായി കണ്ട് ഉപാസന ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ബ്രഹ്മൈവാഹം അസ്മി എന്നുള്ളിടത്തെ അസ്മി എന്ന വാക്ക് ഐക്യവാചക ശബ്ദമാണ്. ബ്രഹ്മത്തെയും ജീവനെയും ചേർത്ത് വയ്ക്കുന്ന ആ അസ്മി എന്നുള്ളത് ഐക്യവാചക ശബ്ദമാണെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ബ്രഹ്മൈവാഹം അല്ലെങ്കിൽ ബ്രഹ്മൈവാഹം അസ്മി എന്നുള്ള 2 വാക്കും ഒരു ബുക്കിലേക്ക് കുറിച്ചിട്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാവുന്ന പോയിന്റ് വെറുതെ കുറിച്ച് വെക്കുക. കാരണം ഇത് നമ്മൾ അനുഭവം വരാതെ ശ്രവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ മറന്നു പോവാം. ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നല്ല ബുദ്ധിയും നല്ല ഉണർവും ഒക്കെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ പോലും
പറയും ഗുരു മറന്നു പോകരുതെന്ന് അല്ലെ. സംഭാഷണ മധ്യേ പഠിച്ചത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പറയും മറന്നു പോകുന്നു അല്ലെ. കാരണം അനുഭവം വരാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ പോലെയുള്ള ആ എന്താ പറയുക, അനുഭവശാലികളല്ലാത്ത ആളുകൾക്ക് ഇത് ആവർത്തിച്ച് കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ വേണം. അതിനുശേഷമാണ് നമ്മൾക്ക് പതുക്കെ 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 ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റണത്. ആദ്യം ഒരു ഉപാധിയൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ പറയാണ് സാധകൻ, നമ്മൾ ഓരോരുത്തരും സാധകരാകണം. ബ്രഹ്മത്തെ, ആ പരമസത്യത്തെ തൻ്റെ ആത്മാവായി കണ്ട് ഉപാസിക്കണം. ഇപ്പൊ നമ്മൾ ഉപാസന ചെയ്യേണ്ടത് നമ്മളിൽ ഇരിക്കുന്ന ചൈതന്യം ആ ബ്രഹ്മശക്തി തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിച്ച് അത് ഉപാസിക്കണം. അതായത് തന്നിൽ നിന്ന് അന്യമായി അല്ല ബ്രഹ്മത്തെ കാണേണ്ടത്. തന്നിൽ നിന്ന് അന്യമായി ബ്രഹ്മത്തെ കാണുന്നതിനെ ശ്രുതി ശരിക്കും എതിർക്കുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഗുരു നമ്മളോട് പലവട്ടം പല കൃതികളിലൂടെയും നമ്മളെ അത് തന്നെ ഗുരു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഠോപനിഷത്തും ബൃഹദാരണ്യക ഉപനിഷത്തൊക്കെ അത് ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. കഠോപനിഷത്തിലെ 4 അധ്യായത്തിലെ 10-ാം ബ്രാഹ്മണത്തിലെ 10-ാം മന്ത്രം, ബൃഹദാരണ്യക ഉപനിഷത്തിൽ 4-ാം അധ്യായം 4-ാം ഖണ്ഡം 19-ാമത്തെ സൂത്രം ഒക്കെ ഈ ബ്രഹ്മത്തെ തന്നിൽ നിന്ന് അന്യമായി കാണുന്നതിനെ നിഷേധിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാ ഋഷീശ്വരന്മാരും അർത്ഥം വയ്ക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് ഓരോരുത്തരുടെ ഉള്ളിലേക്ക് നോക്കാനാ. നമ്മളിപ്പോ എന്താ ചെയ്യണേ? നമ്മളിങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. പുസ്തകം വായിക്കും, നോട്ട് എഴുതും, പഠിക്കും, പതച്ചെഴുതും, എഴുതും, പിന്നെ എഴുതും, പിന്നെയും കേൾക്കും. ഈ ക്ലാസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കും. ഇപ്പൊ ഗുരുവിന്റെ അടുത്താണ് നമ്മളിങ്ങനെ ഈ എഴുതി നിൽക്കണേ. ഗുരു ഇപ്പൊ നമ്മുടെ മുന്നിൽ ശരീരത്തോടു കൂടി ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഗുരു നമ്മളോട് ചോദിച്ചേനെ, ഞാൻ നിന്നോട് നിന്നെ നോക്കാനല്ലേ പറഞ്ഞ് എന്നിട്ട് നീ എന്തിനാ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നായിരിക്കും ചോദിക്കുക. കാരണം എന്താ? നമ്മൾ ഗ്രന്ഥങ്ങളിൽ നോക്കിയാ പഠിക്കണത്. ഗ്രന്ഥങ്ങളിൽ നോക്കി മാത്രം വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും ആ അകമ്പൊരുളിനെ ദർശിക്കാനുള്ള ഒരു അറിവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ ഗ്രന്ഥങ്ങള് മഹാഗുരുക്കന്മാരുടെ അനുഭവങ്ങളാണ്, അത് അവരുടെ അനുഭവമാണ്. ആ അനുഭവശാലികളുടെ അനുഭവത്തെ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ പതുക്കെ 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 കണ്ണ് ഉള്ളിലേക്ക് പോയി തുടങ്ങണം. കുറച്ചൊക്കെ സ്വസ്ഥവും ശാന്തമായിക്കൊന്ന് ഇരിക്കാൻ പഠിക്കണം. ഒരു ധ്യാനത്തിനിരിക്കുന്ന ആ സമയത്തിന് ഇത്തിരി ദൈർഘ്യം വേണം. അതൊക്കെ നമുക്ക് ധ്യാനത്തിന് എങ്ങനെ ഇരിക്കാം എന്നൊക്കെ അടുത്ത ഇതിൽ തന്നെ പറയാം. അപ്പൊ ഇവിടെ പറയാണ്, ബൃഹദാരണ്യക ഉപനിഷത്തും കഠോപനിഷത്തും ഒക്കെ പറയാണ്, മൃത്യോഹോ സ മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ ആവർത്തനം അസകൃത് ഉപദേശമായതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയണത്. മൃത്യോഹോ സഹ മൃത്യുമാപ്നോതി. മൃത്യുവിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവൻ മൃത്യുമാപ്നോതി, മരണത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കൽ മരിച്ചാൽ പിന്നെ എങ്ങനെ മരിക്കുക? മരിച്ചവൻ കർമ്മവാസനയ്ക്ക് അനുയോജ്യമായ മറ്റൊരു ശരീരം, അവിടെയും കർമ്മം വാസന ആ ശരീരം ലയിക്കുമ്പോൾ അടുത്തത് അല്ലെ. അങ്ങനെ ശരീരങ്ങളിൽ നിന്ന് ശരീരങ്ങളിലേക്ക് കടന്ന് ജനന മരണങ്ങളിലൂടെ കടന്നു പോകും. സത്യം അറിയില്ലെങ്കിൽ, അകത്തേക്ക് നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പലതിനെ കണ്ടാൽ. അപ്പോൾ പലതിലും ഇരിക്കുന്ന പൊരുള് ഒന്നാണെന്നുള്ള ഒരു ബോധം വരണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയേണ്ടതുണ്ട്. അപ്പോ മൃത്യോഹോ സഹ മൃത്യുമാപ്നോതി, മൃത്യുവിൽ നിന്നും സഹ അവൻ, മരണത്തെ തന്നെ ആപ്നോതി നേടുന്നു. ആരാ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോണത്? യഹ യാതൊരുവനാണോ ഇഹ ഈ ലോകത്ത് നാനേവ പശ്യതി, നാനായേവ പശ്യതി, നാനാത്വത്തെ കാണുന്നത്. ആരാണോ ഇവിടെ പലതിനും പലതായി കണ്ടുകൊണ്ട് രാഗവും ദ്വേഷവും കാമവും ക്രോധവും ഒക്കെ വെച്ച് മത്സരിച്ച് എൻ്റെ നിന്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകൂടുന്നത്, അവരാ വാസനയിൽ തന്നെയാണ് ഒടുങ്ങുന്നത്. അപ്പോൾ അവരിവിടെ ജനന മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്കായിരിക്കും കടന്നു പോവുക. അതാണ് പറയുന്നത് യഹ ഇഹ നാനേവ പശ്യതി, നാനാ പ്ലസ് ഏവ നാനേവ, പലതായിട്ട് കാണുന്നത് അവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഗുരു നമുക്ക് എവിടെയാ പറഞ്ഞു തന്നേക്കണേന്ന് അറിയോ?
ആ വേദം, ആ ഉപനിഷത്ത്, ആ അപവാദ ദർശനം 10-ാം ശ്ലോകം. അപ്പൊ ഞാനിപ്പോ എപ്പോഴും ശ്രദ്ധിക്കും, നമ്മളെ ദാർശനികപരമായി ഉള്ളിൽ നിന്നൊരു ചോദ്യം എടുത്തിട്ട് ചോദിച്ചാലും തുളസിയുടെ സാറ് പെട്ടെന്ന് ഒരു നിമിഷം ആലോചിക്കണ്ട. അപ്പൊ ഞാൻ ആലോചിക്കുവാണ്, എത്രയോ ആഴത്തില് ഗുരുവിന്റെ കൃതികളിലൂടെ സഞ്ചരിച്ചിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ അതാ 10-ാം ശ്ലോകമാണ്, അപവാദ ദർശനമാണെന്ന് ഓർമ്മ വരുന്നത്. അപ്പൊ എന്നും ഇങ്ങനെ ഗുരുവിനെ പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും ഒക്കെ അതിനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഓർമ്മ വരില്ല നമുക്ക്. അപ്പൊ ദർശനമാലയിലെ അപവാദ ദർശനത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയുകയാണ്, സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന. ഗുരുവിന്റെ കൃതികൾക്ക് വേദവുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഗുരുവിന്റെ കൃതികളിലൂടെ ഇറങ്ങുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പുറമെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അവർക്കൊക്കെ ഈ ഗരിമേലിലേക്ക് ഇറങ്ങാനുള്ള ധീരത കാണിക്കട്ടെ, എന്നിട്ട് പറയൂ, ഒരു കൃതിയെങ്കിലും പഠിച്ചിട്ട് പറയൂ ഗുരുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഇത്രേ പറയാനുള്ളൂ നമുക്ക്. അപ്പൊ പറയാണ്, സർവം ഹി സച്ചിദാനന്ദം. ഇവിടെ സത്തും അതുപോലെ തന്നെ ബോധവും ഉണ്മയും ബോധവും അനുഭവവും മാത്രമേ ഉള്ളൂ. നേഹ നാനാസ്തി കിഞ്ചന, അതല്ലാതെ ഇവിടെ പലത് കിഞ്ചന നാസ്തി, അല്പം പോലും ഇവിടെ പലതില്ല. ഗുരുവിന്റെ ആ ഒരു ദർശനം അങ്ങനെയാ, ഇവിടെ പലതില്ല. അതുകൊണ്ടാണ് ഗുരുവിന് ഇത്രയും അനുകമ്പ ഈ ലോകത്തോടും സമസ്ത ചരാചരങ്ങളോടും ഉണ്ടായത്. അപ്പൊ യഹ ഇഹ നാനേവ പശ്യതി മൃത്യോ കണ്ട ആ വാക്ക് തന്നെ ഗുരു എടുത്തു വെച്ചു. മൃത്യോർ മൃത്യും സഗച്ഛതി, കണ്ട മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് അവൻ പോകുന്നു എന്ന് പറയാണ്. അപ്പോ കലിയുഗവാസികളായ നമുക്ക് ഈ ജനന മരണ പെരുങ്കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സഞ്ജീവൻ ഔഷധം, ഒരു മൃതസഞ്ജീവനിയും ഗുരു ഉപദേശിച്ചിട്ടുണ്ട്. അതേതാന്ന് പറയാമോ? കലിയുഗവാസികളായ നമുക്ക് ഈ ബ്രഹ്മാനുഭവത്തിലേക്കൊന്നും നേരിട്ട് എത്താൻ പറ്റില്ല. അതിന് ഗുരു ഈ സംസാര രോഗ ഭിഷജേ എന്ന് നമ്മളെപ്പോഴും ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ആ എന്ത് ഭേഷജമാണ് ഈ ഭിഷക്ക് തന്നത്? എന്ത് ഔഷധമാണ് ഗുരു നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി കലിയുഗവാസികൾക്ക് തന്നത്? അതന്നെ നോക്കൂ, ജനിമൃതി രോഗം അറുപ്പതിന്നു സഞ്ജീവനി. മൃതസഞ്ജീവനി മന്ത്രം പരമേശ്വര നാമമാണ്, പ്രാർത്ഥനയാണ്. അത് മാനസിക ജപം, ഉപാംശു ജപം, വൈഖരി ജപം. ചിലർ മനസ്സിൽ ജപിച്ചുകൊണ്ട് നടക്കും, ചിലർ ചുണ്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, ഉപാംശു. ചിലര് ഉറക്ക പ്രാർത്ഥിക്കും, ചിലർക്ക് ഉറക്ക പ്രാർത്ഥിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുക, വൈഖരി. അപ്പൊ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജപം മാനസിക ജപമാണ്, അല്ലെ? അപ്പൊ ഈ മാനസിക ജപമാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ജന്യമൃതി രോഗം അറുപ്പതിന്, മൃത്യോർ മൃത്യും സഗച്ഛതി എന്ന് പറഞ്ഞില്ലേ, ഒരു അത് തന്നെ എടുത്തിട്ട് ശിവശതകത്തിൽ പറഞ്ഞു തന്നേക്കാണ്. ജന്യമൃതി രോഗം അറുപ്പതിന്നു സഞ്ജീവനി പരമേശ്വര നാമം എന്നേയില്ല. പരമേശ്വര നാമമല്ലാതെ മറ്റൊന്നുമില്ല ഈ കലിയുഗത്തിൽ ഈശ്വരനിലേക്ക് അടുക്കാൻ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ? അതുമൊക്കെ മറന്ന്, നാമം പോലും ചൊല്ലാൻ മറന്നിട്ട് എന്ത് ചെയ്യുക? തേടി നടക്കുകയാണ്. 5 ഇന്ദ്രിയങ്ങളും അതിൻ്റെതായ രസത്തിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ പൂത്തുകായ്ക്കും പുനകൃതി കൊണ്ട് നിറഞ്ഞു. കർമ്മം ചെയ്തു, വാസനയായി, സങ്കല്പമായി, ജനന മരണങ്ങളാവുന്ന കാട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾക്കുള്ള വിത്ത് നമ്മളിൽ തന്നെ ഉണ്ടാവും. പിന്നെയും ഈ പ്രാരബ്ധ ശരീരത്തിൽ പിന്നെയും ആ വിത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമുക്കൊരു ഭയപ്പാട് തോന്നും. ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന മനുഷ്യരെ ഓർക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കൂ. അറിവില്ലാത്ത മനുഷ്യരോട് നമുക്ക് വല്ലാതെ അനുകമ്പ തോന്നും. അവർ വലിയ ഭൗതികമായ വിദ്യാഭ്യാസവും വലിയ സമ്പത്തും വലിയ ശാസ്ത്രജ്ഞനോ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ നേടേണ്ട ഈ ബേസിക് ആധ്യാത്മിക അറിവില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം ഇല്ല. ജീവിതം കൊണ്ട് അനുഭവിക്കേണ്ട സന്തോഷം അവർക്ക് ഉണ്ടാവില്ല. അതിൽ എത്രയോ ഭാഗ്യവാന്മാരാണ്
ഇപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനായിട്ട്, ഇത്രയും ഗഹനമായ ഒരു കൃതി പഠിക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ഭഗവാൻ നമ്മളെ അനുവദിച്ചിരിക്കുന്നത് ഇത്ര ഭാഗ്യമാണ്, നമുക്ക് ഓർത്തു പോകും. അപ്പോൾ പറയാണ്, അപ്പോൾ ആ പ്രാർത്ഥന നാമജപങ്ങൾ ശീലമാക്കണം. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചൊല്ലണം. പ്രഭാതത്തിൽ പ്രാർത്ഥന തുടങ്ങുന്നത് ശരിക്കും എന്താ പറഞ്ഞ സൂര്യനെ കാണുന്നത് വരെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ. ഒരു ശ്രീനാരായണ ധർമ്മത്തിലെ വിദ്യാർത്ഥി ധർമ്മമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സന്ധ്യാപ്രാർത്ഥനയും രാവിലെ 2 സന്ധ്യകളെ ഉപാസിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആ പ്രാർത്ഥന, രാവിലെയുള്ള പ്രാർത്ഥന സൂര്യനെ കാണുന്നവരെയും രാത്രിയുള്ള പ്രാർത്ഥന നക്ഷത്രങ്ങളെ കാണുന്നവരെയും വേണമെന്നാണ്. അപ്പോൾ വഴിപാട് കഴിക്കലല്ല, പ്രാർത്ഥിക്കാത്തവർക്ക് ഉപ്പിടാത്ത കഞ്ഞി കൊടുക്കണം എന്നൊക്കെ ഗുരു പറയണതിന്റെ പിന്നിലുള്ള അതാ, നമ്മളൊന്ന് രക്ഷപ്പെട്ടു പോകാനാണ്, ആ വെളിച്ചം ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇരുട്ടിലാ കഴിയണേന്ന് ഗുരുവിന് അറിയാം. അതുകൊണ്ടാണ് ഗുരു ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത് രക്ഷാമാർഗം. പക്ഷെ നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ വാക്കുകളൊക്കെ തന്നിൽ നിന്ന് അന്യമായി ഉപാസന ചെയ്യുന്നതിനെ നിഷേധിക്കുന്നുണ്ട്. തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ നന്നാക്കാനല്ല നടക്കേണ്ടത്. ആദ്യം നമ്മളാണ് നന്നാകേണ്ടത്. അകത്താണ് വെളിച്ചം വരേണ്ടത്. ആ വെളിച്ചം ഉണ്ടെങ്കിലേ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് ഉപാസന എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ബ്രഹ്മം എന്നുള്ള ഒരു ആ ഭാഗം അത് കുറച്ചൊന്ന് വിശദീകരിക്കാനുണ്ട് കേട്ടോ. ബ്രഹ്മത്തിന് നമ്മളെപ്പോഴും ലക്ഷണങ്ങൾ പറയുന്നതാണെങ്കിലും നമ്മൾ ബ്രഹ്മത്തിനെ തത് ശബ്ദം കൊണ്ടാണ് പറയണത്. ആ ബ്രഹ്മത്തെ അറിയുന്നതിന് 2 രീതികളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ്, റിവിഷൻ പോലെ ഒന്ന് പറയുക. ബ്രഹ്മവിവാഹം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെ ഉണ്ട് ജിജി മിന്നൽ, ഇത് വലിയൊരു ഇടിവെട്ട് കേട്ട ആകെ പെട്ടെന്ന് ആ സമനില പോയി. അവിടെ നോക്കൂ. അപ്പൊ തത് എന്നത് ബ്രഹ്മശബ്ദമാണ്. ആ ബ്രഹ്മത്തെ അറിയുന്നതിന് 2 രീതി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ 2 രീതി? ബ്രഹ്മത്തെ അറിയുന്നതിന് 2 രീതികൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗതം സർവമുപേക്ഷണീയം അല്ലെ? കഴിഞ്ഞത് കളഞ്ഞേക്കണം എന്നാണോ? 2 രീതി ഏതൊക്കെയാ? നിഷേധവും വിധിയുമുണ്ട് അല്ലെ? നിഷേധവാക്യത്തിലൂടെയും നമ്മൾ പഠിക്കും, വിധിവാക്യത്തിലൂടെയും പഠിക്കും. നിഷേധവാക്യത്തിനെ നേതി എന്ന് പറയും. അതല്ല എന്ന് പറഞ്ഞ് ആ ബ്രഹ്മമല്ലാത്ത എല്ലാം അതിനെ നമ്മൾ എണ്ണി മാറ്റുന്നു. ഇനി ഇതി പ്രത്യയത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലക്ഷണം, സലക്ഷണം, സകാരണം ഉപവദിച്ചു കൊടുക്കുകയാണ്. ഉപപാദനം ചെയ്യുന്നതിനെയാണ് വിധി എന്ന് പറയാം. ബ്രഹ്മസ്വരൂപത്തെ അതിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസ്താവിക്കുന്നതിനെയാണ് വിധി എന്ന് പറയാം. നിഷേധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമല്ലാത്തതിനെ യുക്തിയോടുകൂടി നിരോധിക്കുക. ദൈവദശകത്തിൽ ഇതിന്റെ എല്ലാ സമന്വയമാണ്. ഈ വിധി നിഷേധങ്ങളിലൂടെ ബ്രഹ്മത്തെ നമ്മെ പഠിപ്പിക്കുകയാണ് ഗുരു. അതിനകത്ത് ഒന്നൊന്നായി എണ്ണി എന്നുള്ള ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് നേതി പ്രക്രിയ സമസ്തതിനെ എണ്ണി മാറ്റിയിട്ടുണ്ട്. ആ നിഷേധത്തിലൂടെ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ എല്ലാത്തിനെ എണ്ണി മാറ്റിയാൽ പ്രപഞ്ചം മുതല്, ശരീരം മുതല്, ഇന്ദ്രിയങ്ങൾ മുതല്, പ്രാണൻ മുതല്, മനസ്സ് മുതല്, ബുദ്ധി മുതല് എല്ലാത്തിനെയും എണ്ണി മാറ്റുമ്പോൾ കാണുന്ന എൻ്റെ ഉള്ളം, എണ്ണി മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളം ആത്മദർശന സമർത്ഥാണ്. ആ ഉള്ളവും നിന്നിലേക്ക് അസ്പന്ദമായ നീ ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ അല്ലെ? അപ്പോൾ എണ്ണി മാറ്റുന്ന പ്രക്രിയയാണ് ഗുരു ഒന്നൊന്നായി എണ്ണിയിൽ പറയണത്. ബാക്കി എല്ലാം ഇതി പ്രക്രിയ. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഈ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. നീ സത്യം, ജ്ഞാനം, ആനന്ദം അല്ലെ? അത് വിധിയാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ് അല്ലെ? നീ തന്നെ വർത്തമാനവും. ഈ വർത്തമാനകാലം തന്നെയാണ് ഭൂതവും ഭാവിയൊക്കെ ആയിട്ട് വന്നത്. ഈ 3 കാലങ്ങളായിരിക്കുന്നതും ആ 3 കാലങ്ങളിൽ മാറാത്ത സത്യമായിരിക്കുന്നതും നീ തന്നെ. നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. നിന്നെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുപോലും നീയാണ്. ഓതും മൊഴിയും ഓർക്കിൽ നീ അല്ലെ?
ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്ന ആ വാക്ക് പോലും നീയാണ്. അപ്പൊ പിന്നെ എന്താ ഞാനില്ല ഇവിടെ, നീ മാത്രമേ ഉള്ളൂ. പിന്നെ പറയണ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. കണ്ടോ, അതൊക്കെ വിധിയാണ്. ദൈവം ഇതാണ്, ദൈവമാണ് സകലതും, ദൈവമല്ലാതെ നേഹനാനാസ്തി കിഞ്ചന. പിന്നെ പറയാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അല്ലെ, എന്താ ദേവദശകം. പിന്നെയും പറയണ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. നിന്റെ സ്വരൂപം എന്താന്ന് ചോദിച്ചാൽ നീ അകവും പുറവും തിങ്ങി നിൽക്കുന്നു. ഇതൊക്കെ ഇതി പ്രക്രിയയിലൂടെ ഇതാണ് ബ്രഹ്മമെന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. അല്ലെ, അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിന് 2 മാർഗം, നിഷേധവും വിധിയും. നിഷേധം നേതി എന്നതാണ്, വിധി ഇതി എന്നാണ്. ഇതാണ് ബ്രഹ്മമെന്ന് സലക്ഷണത്തോടുകൂടി കാരണത്തോടുകൂടി പറയുന്നത്. ഇനി ബ്രഹ്മലക്ഷണം വെറുതെ ഒന്ന് കുറിച്ച് വെച്ചോട്ടാ. ഏതൊന്നിനാലാണോ സർവജ്ഞത്വവും പരമേശ്വരത്വവും സമ്പൂർണ്ണ ശക്തിത്വവും, യാതൊന്നുകൊണ്ടാണോ സർവജ്ഞത്വവും പരമേശ്വരത്വവും സമ്പൂർണ്ണ ശക്തിത്വവും വേദങ്ങളാൽ സമ്മാനിതമായിരിക്കുന്നത്, അതിനെ ബ്രഹ്മമെന്നറിയണം. ഈ പേരും ആ പേരിലൊന്നും ഒരു കാര്യമില്ല, അതിന്റെ സ്വരൂപത്തെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഏത് പേരും ബ്രഹ്മമെന്നോ ഭഗവാനെന്നോ പരമാത്മാവെന്നോ എന്ത് വേണമെങ്കിലും ശ്രദ്ധിക്കാം നമുക്ക്. പക്ഷേ അതിന്റെ സ്വരൂപം ഇതാണ്, സർവജ്ഞത്വം പരമേശ്വരത്വം സമ്പൂർണ്ണ ശക്തിത്വം. സർവജ്ഞത്വം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, സർവം ഹി സച്ചിദാനന്ദം എന്ന് ഗുരു തന്നെ പറഞ്ഞു. ഇവിടെ സച്ചിദാനന്ദം അല്ലാതെ ഒന്നും ഇല്ല. അപ്പൊ എല്ലാം അറിയുന്ന ഭഗവാന്റെ സർവജ്ഞ ഭാവമാണത്. ജഗദീശ്വരന്റെ സർവജ്ഞത്വം എല്ലാവരിലും ഇരുന്ന് അറിയുന്നവനാണ്. പിന്നെ പരമേശ്വരത്വവും ദാനാദിവ വടോ യസ്മാത് പ്രാദുരാസീദിതം ജഗത് സ ബ്രഹ്മ സ ശിവോ വിഷ്ണു സ പര സർവയേവ സഹ. അതാണ് പരമേശ്വരത്വം. ഗുരു പരമേശ്വരൻ എന്ന് പറഞ്ഞേക്കുന്നതിന്റെ കാരണം, ഒരു ഈശ്വരനെ പറഞ്ഞാൽ ഇനി ആ ഈശ്വരന് കാരണം എന്താന്ന് ചോദിക്കരുതാരും. അതുകൊണ്ട് ഗുരു പരമേശ്വരൻ എന്ന വാക്ക് തന്നെ അവിടെ വെച്ചു. അതിനപ്പുറം ഇല്ല എന്നർത്ഥം. എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്നവനാണല്ലോ പരമേശ്വരൻ. അപ്പോ ഇതൊക്കെ ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഏറ്റു പറയുന്നത്. ദാനാദിവ പടോ യസ്മാത്, എപ്രകാരമാണോ ഒരു വിത്തിൽ നിന്ന് ആ വിത്ത് ഇല്ലാണ്ടായിട്ടാണ് മുള വരുന്നത്, അതുപോലെ ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും ഇരിക്കുന്നതും അവൻ തന്നെയാണ്, എല്ലാത്തിനും പരമായതും അവൻ തന്നെയാണ് പരമേശ്വരനും എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ സമ്പൂർണ്ണ ശക്തിത്വം, എല്ലാത്തിനും ശക്തിയായിരിക്കുന്നതും ആ ജഗദീശ്വരൻ തന്നെയാണ്. അതായത് ഗുരു ശ്രീനാരായണ ധർമ്മത്തിലെ ദൈവത്തിന്റെ ലക്ഷണം പറയുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിലെ ദൈവത്തിന്റെ ലക്ഷണം അത് അണ്ടർലൈൻ ചെയ്തെടുത്ത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് ബൈഹെർട്ട് ചെയ്തിട്ട് ചൊല്ലി കേൾപ്പിക്കണം. 2-ാമത്തെ അധ്യായത്തിൽ ഏക ദൈവത്തിന് ലക്ഷണം ഗുരു പറയുന്നുണ്ട്. ആരെങ്കിലും പഠിച്ചവരുണ്ടെങ്കിൽ പറഞ്ഞു. വിചിത്രസ്യാസ്യ ജഗതഃ കർത്താ സർവശക്തിമാൻ സർവേശ്വരസ്സ സർവജ്ഞഃ ഏകോ ദേവ ഇതീരിതഃ. നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. വിചിത്രമായ, നമ്മൾ പലവട്ടം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിചിത്രസ്യ അസ്യ ജഗതഃ കർത്ത, വിചിത്രമായ എന്നുവെച്ചാൽ മഹാ അത്ഭുതമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ടൊന്നും ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ പറ്റില്ല. ഗുരു ഈ പ്രപഞ്ചത്തെ കണ്ട അത്ഭുതം കൂറിക്കൊണ്ടാണ് നമ്മളോട് സംസാരിച്ചേക്കുന്നത്. അപ്പോ വിചിത്രസ്യ അസ്യ ജഗതഃ കർത്ത സർവശക്തിമാൻ സ സർവേശ്വരൻ സ സർവജ്ഞ, അവൻ ഒന്നേ ഉള്ളൂ. അപ്പോ ശിഷ്യന്മാര് പറയാണ്, ഗുരു ഈ ലോകത്ത് ഇന്ന് സമൂഹത്തിൽ ഈ ലോകത്ത് നടക്കുന്ന അധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? പല ദൈവങ്ങളെ തേടിക്കൊണ്ട് ഓടുകയാണ്. ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വമില്ലാതെ അനേക ദൈവ വിശ്വാസാദ് ഉന്മത്തായിവ സർവദ.
അനേക ദൈവങ്ങൾ, ദൈവം അനേകമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉന്മത്തന്മാരെ പോലെ, ഭ്രാന്തന്മാരെ പോലെ ആ അനേക ദൈവങ്ങളെ തേടി നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരു കൊടുത്ത ഉത്തരം ഇതാണ്: വിചിത്രമായ ഈ ജഗത്തിന്റെ കർത്താവ് സർവ്വതിനും ശക്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ, സർവജ്ഞനാണവൻ, എല്ലാവരുടെ ഉള്ളിലിരുന്ന് അറിയുന്നവനാണ്. അവൻ സർവീശ്വരനാണ്, സയേക, അവൻ ഏകനാണ് എന്ന് അവിടെയാണ് ഗുരു ഒരു ദൈവം എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ ദൈവം ഒന്നാണ്, പലതല്ല എന്ന് ഗുരു പറയുക. അപ്പോൾ അതുപോലെ തന്നെ കർമ്മദർശനം നാലാമത്തെ ഈ പറയുന്ന ഇതിന്റെ റെഫറൻസ് ആയിട്ട് പറയുന്ന ശ്ലോകങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. കാരണം നമ്മൾ നാളെ ഒരിക്കൽ ഈ സൂത്രം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഗുരുവിന്റെ വാക്കുകളിലൂടെ തന്നെ അതിനെ വിശദീകരിക്കാം. നമ്മൾക്ക് ആർക്കും ഇത് വിശദീകരിക്കാനുള്ള ശക്തിയില്ല. ഗുരുവിന്റെ വാക്കുകൾക്ക് മാത്രമേ അതിനെ വിശദീകരിച്ച് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർമ്മദർശനത്തിൽ 4-ാം ശ്ലോകത്തിൽ ഗുരു പറയാണ് ആ സർവശക്തിത്വത്തിന്, സമ്പൂർണ്ണ ശക്തിത്വം നമ്മൾ പറഞ്ഞില്ലേ, ബ്രഹ്മം. അതായത് ഏതൊന്നിനാണോ സർവജ്ഞത്വവും പരമേശ്വരത്വവും സമ്പൂർണ്ണ ശക്തിത്വവും വേദങ്ങളാൽ സമ്മാനിതമായിരിക്കുന്നത്, വേദങ്ങളാൽ പറഞ്ഞു തരുന്ന പരബ്രഹ്മത്തിന് ഈ ഗുണങ്ങളാണ്. കാരണം ഇത് വാക്കിന് അതീതമാണേ. പക്ഷെ ഇത് വാക്കുകൊണ്ട് പറയേണ്ടി വരുന്നത് അജ്ഞാനികൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു അംശം മാത്രമേ ഇതാവുകയുള്ളൂ. കാരണം അതിന് പറയാൻ വാക്കില്ല. ഗുരു പറഞ്ഞില്ലേ, മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നിതാ, എന്നിട്ടും അവിടുന്ന് ആ മൊഴി നമുക്ക് തന്നു അല്ലേ. ഇവിടെ പറയണ വേദങ്ങളാൽ സമ്മാനിതമായിരിക്കുന്ന ഇതിനെ ബ്രഹ്മം എന്നറിയണം. അപ്പൊ സമ്പൂർണ്ണ ശക്തിത്വം പറയുമ്പോൾ കർമ്മദർശനത്തിൽ 4-ാം ശ്ലോകം പറയുന്നു: ശക്തിരസ്ത്യാത്മനഃ കാചിത് ദുർഘടാ ന പ്രദക്സ്വതഃ തയൈവാരോപ്യതേ കർമ്മ നിഖിലം നിഷ്ക്രിയാത്മനി. ശക്തിരസ്ത്യാത്മനഃ കാചിത് ദുർഘടാ എന്ന ശ്ലോകം എടുത്ത് വെക്കട്ടോ. കർമ്മദർശനത്തിൽ 4-ാം ശ്ലോകം. ഓഡിയോ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. കർമ്മദർശനം 4-ാം ശ്ലോകം. അതൊന്ന് ചൊല്ലാനും കൂടി പഠിക്കാലോ, നോക്കിയിരുന്ന. ശക്തിരസ്ത്യാത്മനഃ കാചിത് ദുർഘടാ എന്ന ശ്രീദേവി ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ശക്തിരസ്ത്യാത്മനഃ കാചിത് ദുർഘടാ ന പ്രദക്സ്വതഃ തയൈവാരോപ്യതേ കർമ്മ നിഖിലം നിഷ്ക്രിയാത്മനി. ഇത് അന്യരൂപത്തിൽ പറയാം. ആത്മനഃ ദുർഘടാ കാചിത് ശക്തി അസ്തി. ശക്തി അസ്തി ആത്മനഃ. ശക്തിരസ്തി ആത്മനഃ. ആത്മനഃ ആത്മാവിന് ദുർഘട എന്ന് പറഞ്ഞാൽ എന്താ? ചിന്ത കൊണ്ടറിയാനാവാത്ത, ചിന്തിച്ചറിയാനാവാത്ത, കാജിത് ഒരു. ശക്തി സ്ത്രീലിംഗ ആയതുകൊണ്ട് അവിടെ ആ ഒരു പദം ഉപയോഗിച്ചിരിക്കണം. കാജിത് ശക്തി അസ്തി. നമുക്ക് ആർക്കും ചിന്തിച്ച് അറിയാനാവാത്ത ഒരു ശക്തി ആത്മാവിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. സമ്പൂർണ്ണ ശക്തിത്വമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുമ്പോൾ. നമുക്ക് ആർക്കും ചിന്തിച്ചറിയാനാവാത്ത ഒരു ശക്തി ജഗദീശ്വരനുണ്ട്. സ്വതഹ പ്രദഗ്ന. ആ ശക്തി സ്വതഹ തന്നിൽ നിന്ന് പ്രദഗ്ന, വേറിട്ടതല്ല. ആ ശക്തി ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല. പക്ഷേ നമുക്ക് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളിലും ഇരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് ഓർക്കണം. നമ്മിൽ നിന്നും ഭിന്നമല്ല അത്. അപ്പോ ഈശ്വരനെ, ആത്മാവിനെ ദുർഘടമായ ചിന്ത ചെയ്തറിയാനാവാത്ത ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഒരിക്കലും തന്നിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല. തയായേവ നിഷ്ക്രിയാത്മനി നിഖിലം കർമ്മം ആരോപ്യതേ. ആ ശക്തിയാണ് തയാ എന്ന് പറയുന്നത്. ശ്രീലിംഗത്തിൽ പറയാണ്. ശക്തി ശബ്ദ ശ്രീലിംഗം ആയതുകൊണ്ട് തയായേവ, ആ ശക്തിയാൽ തന്നെയാണ് നിഷ്ക്രിയാത്മനി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മങ്ങളൊന്നും ആത്മാവിനില്ല, പ്രകൃതിക്കാണ് കർമ്മമുള്ളത്. അപ്പോ നിഷ്ക്രിയാത്മനി, ആ നിഷ്ക്രിയമായ ആത്മാവില് ഈ ശക്തി തന്നെയാണ് കർമ്മങ്ങളെ ആരോപിച്ച് ഉണ്ടെന്ന് തോന്നിക്കുന്നത്. നമ്മൾ നേരത്തെ കർമ്മദർശനത്തിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചതാണ്. മന്യേ വദാമി ഗൃഹ്ണാമി, പിന്നെന്താ ജ്വലതി ജ്വലനോ വായുർ വാദി വർഷതി വാരിത എന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോ അതിന്റെ വിശദീകരണമാണ് ഇവിടെ ഗുരു കൊടുക്കുന്നത്. ആത്മാവിന് കർമ്മമില്ല, പക്ഷെ ആത്മാവിൽ ഉണ്ടാകുന്ന അനിർവചനീയമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് ആത്മാവിൽ ഈ ശക്തിയെ, അതാ മായാശക്തി തന്നെയാണ്
ഈ ആത്മാവിൽ ശക്തിയെ ആരോപിച്ച് ആത്മാവിൻ്റെതാണെന്ന് തോന്നിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആത്മനഃ ദുർഘടാ കാചിത് ശക്തി അസ്തി. കർമ്മദർശനം 4-ാം ശ്ലോകത്തിൽ ആത്മാവിന് അനിർവചനീയമായ ഒരു ശക്തിയുണ്ട്. സ്വതഃ പൃഥക് പൃഥക് സ്വതഃ എന്നുണ്ട്. അത് സ്വതഃ തന്നിൽ നിന്ന് പൃഥക് വേറിട്ടതല്ല. പിന്നെ പറയാണ് തയൈവ ആരോപ്യതേ കർമ്മം നിഖിലം നിഷ്ക്രിയാത്മനി. തയാ ഏവ നിഷ്ക്രിയാത്മനി നിഖിലം കർമ്മ ആരോപ്യത. ആ ശക്തി തന്നെയാണ് യാതൊരു കർമ്മങ്ങളുമില്ലാത്ത ആത്മാവിൽ കർമ്മങ്ങൾ ആരോപിക്കപ്പെടുന്നത്. ആരോപിച്ചുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് ആത്മാവിലെ അനിർവചനീയമായ ഒരു ശക്തിവിശേഷം തന്നെയാണ് എന്നിവിടെ ഗുരു പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഉപാസനയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഉപാസന ചെയ്യുക? അപ്പൊ ബ്രഹ്മത്തെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ബ്രഹ്മത്തെ വിധി എന്നും നിഷേധ രൂപത്തിലും നമുക്കറിയാം. വിധി പറയുന്നത് ബ്രഹ്മത്തിന്റെ യുക്തിയോടുകൂടി അതിന്റെ ലക്ഷണം പറയുന്നതാണ്. പിന്നെ നിഷേധം എന്ന് പറഞ്ഞ എല്ലാത്തിനെയും സത്യമല്ലാത്തതിനെ എല്ലാം എണ്ണി മാറ്റി ആ സത്യത്തിലേക്ക് എത്തുന്ന രീതിയാണ്. പിന്നെ നമ്മൾ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. അതിനെ കണക്ട് ചെയ്യാൻ നമ്മൾ ദർശനമാല, ശ്രീനാരായണ ധർമ്മം പോലെയുള്ള കൃതികളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു. ഇനിയിപ്പോ നമുക്ക് ഏറ്റവും വേണ്ടത് ഈ ഓടി നടക്കല് ഒക്കെ ഇത്തിരി സ്പീഡ് കുറച്ചിട്ട് കുറച്ചൊന്ന് മൗനമാകാനും കുറച്ചൊന്ന് സ്വസ്ഥമാകാനും പഠിക്കണം. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മൈവാഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു എന്താ പറയാ തന്നെ ആത്മാവിനെ തന്നെ ബ്രഹ്മം എന്ന് ഉപാസന ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. തന്നിലാണ് ഇത് തിരയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബ്രഹ്മസൂത്രത്തിലെ 4-ാം അധ്യായത്തിൽ 6-ാം അധികാരം, ബ്രഹ്മസൂത്രം 4-ാം അധ്യായം 6-ാം അധികാരത്തിൽ പറയുന്നുണ്ട് ആസീനഹ സംഭവാദം. നമ്മള് ഇരുന്നു കൊണ്ട് വേണം ഉപാസന ചെയ്യാൻ. അത് എളുപ്പത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ധ്യാനനിരതരാകാൻ പറ്റും. അതുകൊണ്ടാ ആസീനഹ സംഭവാദ്. സാധ്യമാകുന്നവർക്കൊക്കെ സ്വസ്ഥമായി ഇരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നവർക്കൊക്കെ ഇരിക്കാം. കർമ്മങ്ങൾ അവശേഷിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂടെ നമുക്കിത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ് ആസീനഹ സംഭവാദ്. ഇരുന്നു കൊണ്ട് വേണം ഉപാസന ചെയ്യാൻ. ലക്ഷ്യത്തിലെത്താൻ ഉപാസനയെ പറ്റി പറയുന്ന കർമാംഗങ്ങളാ പറയുന്നു. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ഉപാസന വേണം. നമ്മൾ ഗുരു നമുക്ക് നാമജപം തന്നു അല്ലെ, എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്ന് വേണം ചെയ്യാന്നാണ് പറയുന്നത്. അത് അവിടെ നോക്കാം. ആസീനഹ സംഭവാദ് എന്നുള്ള സൂത്രം ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ബ്രഹ്മസൂത്രമൊക്കെ വേദാന്ത സൂത്രം പഠിച്ചു പോണതിന്റെ ഒപ്പം ബ്രഹ്മസൂത്രത്തിലെ 1-2 സൂത്രമൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാ. ആസീനഹ സംഭവാദ്. ആസീനഹ എന്നുള്ളതിന്റെ അർത്ഥം എഴുതിക്കോളൂ. ഇരുന്നു കൊണ്ട് വേണം ഉപാസന. ആസീനഹ, ആസനം എന്ന വാക്കിന് ഇരിപ്പിടം എന്നർത്ഥം. ആസീനഹ ഇരിക്കുന്നവനായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ വേണം ഉപാസന ചെയ്യാൻ. എന്തിനാണ് അങ്ങനെ പറയണേന്ന് വെച്ചാൽ സംഭവാദ് എളുപ്പത്തിൽ സാധിക്കുന്നത് കൊണ്ട്, എളുപ്പത്തിൽ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുന്നത് കൊണ്ട് ആസീനഹ സംഭവാദ്. ഏത് സൂത്രാണത്? ഏത് ഗ്രന്ഥത്തിലെ അത്? ബ്രഹ്മസൂത്രം 4-ാം അധ്യായം 6-ാം അധികാരം. സൂത്രം ഏതാണ്? ആസീനഹ സംഭവാദ് അല്ലെ. ആസീനഹ സംഭവാദ്. ആസീനഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇരുന്നു കൊണ്ട് അല്ലെ. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ഇരുന്നു കൊണ്ട് ഉപാസിക്കണം എന്ന് പറയണത് എളുപ്പം ലക്ഷ്യത്തിലെത്താന്നുള്ളത്. അപ്പൊ ഉപാസന എന്നാൽ എന്താന്ന് ചോദിച്ചാൽ മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നെല്ലാം വ്യാവർത്തിപ്പിച്ചിട്ട് ആത്മവസ്തുവിൽ ഏകാഗ്രമാക്കലാണ്. അപ്പൊ ഉപാസന ഭൗതിക വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഒന്ന് വലിച്ച് ആത്മവസ്തുവിലേക്ക് ഏകാഗ്രപ്പെടുത്തുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയ മാർഗം ഇരുന്നുകൊണ്ട് തന്നെയാണെന്നാണ് ആചാര്യന്മാര് പറയണത് അല്ലെ. നിന്നും കിടന്നുമൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ മനസ്സ് പല വിഷയങ്ങളിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ പറയാറില്ലേ,
നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ചേതസി ഭഗവദ്രൂപം തോന്നണേ എന്നൊക്കെ നമ്മൾ അധ്യാത്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ശരീരം നിശ്ചലമാക്കി വെച്ചുകൊണ്ട് ഉപാസന ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താമെന്നാണ് പറയണത്. കുറച്ചു നേരം നമ്മൾ വെറുതെ ഒന്ന് ഇന്നിപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കുറച്ചു നേരം ഒന്ന് കിടക്കയിൽ നിശ്ചലമായി ഇരിക്കാൻ ഒരു മിനിറ്റ് നമുക്ക് സാധിച്ചാൽ തന്നെ ഏറ്റവും ഗ്രേറ്റ് ആണ്. ഒരു മിനിറ്റ് മനസ്സെങ്ങും പോകാതെ ആദ്യം മുതൽ ഒരു മിനിറ്റ് ആക്കുക. ഒരു മിനിറ്റ് പറ്റില്ല, കുറച്ച് സമയമേ പറ്റുള്ളൂ. പിന്നെ സമയം കൂട്ടി 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 വെക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ട് നമ്മളെ മനസ്സിനെ ഫ്രീ, ചിന്തകൾക്ക് വിടാതെ ഫ്രീ ആയിട്ടൊന്ന് നമുക്ക് ഇരിക്കാൻ എത്ര സമയം പറ്റുന്നുണ്ടെന്ന് നോക്കണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഒന്നും വേണ്ട, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാതെ ഇത്തിരി നേരം നമുക്ക് നിർത്താൻ പറ്റും. കൈ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും, പതുക്കെ പതുക്കെ ചലിക്കാൻ തുടങ്ങും. കാലും ഒക്കെ അതെ. നല്ല ശക്തമായ യോഗ സാധന ശീലിക്കാത്തവർക്ക് അവരവരുടെ ശരീരത്തെ പോലും ഒരു മിനിറ്റ് ചലിക്കാതെ നിർത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊക്കെ അതും നമുക്ക് ആവശ്യമാണ് എന്ന് പറയാണ്. കാരണം ശ്രുതി തന്നെയാണല്ലോ, വേദതത്വം തന്നെയാണല്ലോ ബ്രഹ്മസൂത്രത്തിൽ തന്നേക്കണത്. അപ്പൊ പറയാണ് മനസ്സ് നിശ്ചലമായി, ശരീരം നിശ്ചലമായിരിക്കണം. എന്നിട്ട് ബ്രഹ്മസൂത്രത്തിൽ ഒരു സൂത്രം പറയുന്നുണ്ട്, ധ്യാനാശ്ച എന്നുള്ള സൂത്രം കൊണ്ടാണ് പറയുന്നത്. മനസ്സ് നിശ്ചലമാകണം. എല്ലാം എഴുതിയെടുക്കണമെന്നില്ല, ഞാനൊരു റെഫറൻസ് ആയിട്ട് പറയണമെന്നേ ഉള്ളൂ. എന്നിട്ട് അടുത്ത സൂത്രത്തിൽ പറയുകയാണ് അജലത്വം ചാപേക്ഷ്യ. ബ്രഹ്മസൂത്രാണ്. ഒരു ജിജ്ഞാസുവിനെ ഈ ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കാൻ ഉപാസന എന്ന കർമ്മമാർഗത്തെയും അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അജലത്വം. അചലത്വം എന്ന് പറഞ്ഞാൽ ചലിക്കാതിരിക്കുക അല്ലെ, ചലനമില്ലായ്മയെ. അചലത്വം ച അപേക്ഷ്യ. അജലത്വം ച അപേക്ഷ്യ, ചലനമില്ലായ്മ ആശ്രയിച്ചും ഉപാസന ചെയ്യണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ദ്രിയങ്ങളും ചലിപ്പിക്കാതെ, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാതെ കുറച്ച് സമയവും നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണം. ഇനി ആ തലത്തിലേക്കൊക്കെ പതുക്കെ പതുക്കെ എത്തണം. അപ്പോ ചലനമില്ലായ്മയെ ആശ്രയിച്ചുകൊണ്ടും ഉപാസന ചെയ്യണം. അജലത്വം ചാപേക്ഷ എന്നുള്ള സൂത്രമാണ്. അജലത്വം ചലനമില്ലായ്മ ച അപേക്ഷ, ആശ്രയിച്ചും നമുക്ക് ഉപാസന ചെയ്യാം. അപ്പോ എന്തായാലും ശരീരം ഉപാസന ചെയ്യുമ്പോൾ ശരീരം നിശ്ചലമായിരിക്കണം അല്ലെ. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് നിശ്ചലമായി ഗുരു ഇരിക്കും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവിടുന്ന് ആ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ എന്താ പറയാ, ഒരു ശ്രുതി പറയാണ്, വേദം പറയുന്നു, ത്രിരുന്നതം സ്ഥാപ്യ സമം ശരീരം ഹൃദി ഇന്ദ്രിയാണി മനസാ സന്നിവേശ്യ ബ്രഹ്മോടുപേന പ്രതരേത വിദ്വാൻ സ്ത്രോതാംസി സർവാണി ഭയാവഹതി. വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ, എഴുതണമെന്നില്ല. ത്രിരുന്നതം എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിലാക്കിക്കൊള്ളും, ശിരസും കഴുത്തും ശരീരവും, അതിനാണ് ത്രീ എന്ന് പറയാ. ത്രിരുന്നതം, ശിരസ്, ശരീരം, കഴുത്ത്. സ്ഥാപ്യ എന്ന് പറഞ്ഞാൽ എന്താ, വളയാതെ ഉയർത്തിയിരുന്നിട്ട്. ശിരസും കഴുത്തും ശരീരവും വളയാതെ വെച്ച്, ഇത് വേദം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല കേട്ടോ. ത്രിരുന്നതം സ്ഥാപ്യ സമം ശരീരം, ശരീരത്തെ വളയാതെ നിർത്തിയിട്ട്, ഹൃദി ഇന്ദ്രിയാണി മനസാ സന്നിവേശ്യ, ഇന്ദ്രിയാണി മനസാ ഹൃദി സന്നിവേശ്യ. അതായത് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ ഉറവിടം മനസ്സാണല്ലോ. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഒരിടത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നോക്കില്ല. മനസ്സ് പറയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാ തന്നെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണ് നോക്കില്ല. അപ്പൊ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഹൃദയത്തിലേക്ക് നിയന്ത്രിക്കണം. അതാണ് ഹൃദി ഇന്ദ്രിയാണി മനസാ സന്നിവേശ്യ, മനസ്സിനെ അടക്കിയിട്ട്, ഹൃദയത്തിൽ അടക്കിയിട്ട്, ബ്രഹ്മോടുപേന, ഉടുപം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, തോണി എന്നർത്ഥം.
ബ്രഹ്മോടുപേന, ബ്രഹ്മമാകുന്ന തോണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കുറിക്കുന്ന വാചകമാണ് ഓങ്കാരം. പ്രണവം ബ്രഹ്മവാചക ശബ്ദമാണല്ലോ. അപ്പൊ ബ്രഹ്മോടുപേനവും പ്രണവം ചൊല്ലി, പ്രണവാക്ഷരങ്ങൾ ചൊല്ലി ആ ഓങ്കാരമാകുന്ന തോണി കൊണ്ടെന്നർത്ഥം. പ്രതരേത, കടക്കണം, സംസാരസാഗരം കടക്കണം. അപ്പൊ എങ്ങനെയാന്ന് പറയാണ്, വിദ്വാൻ പ്രതരേത, ജ്ഞാനിയായ ഒരുവൻ ഓങ്കാരമാകുന്ന തോണി കൊണ്ട് ശരീരത്തേക്ക് കൃത്യമായി ഇരുത്തി മനസ്സിനെ ആ ഹൃദയത്തിൽ അടക്കിയിട്ട് ഓങ്കാരമാകുന്ന തോണി കൊണ്ട് സർവാണി ഭയാവഹതി ശ്രോതാംസി, അല്ലെ, നമുക്ക് ഭയമുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള വിചാരങ്ങളെല്ലാം നമുക്ക് ഭയം ഉണ്ടാക്കുന്നവയാ. ശരീരത്തെക്കുറിച്ച് ഓർത്തു പോയാൽ അപ്പൊ ഭയമാണ്. കൂടെയുള്ളവരെ കുറിച്ച് ഓർത്താൽ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമാണ്. സ്വത്തിനെ കുറിച്ച് ഓർത്താൽ ഭയമാണ്. മക്കളെ കുറിച്ച് ഓർത്താൽ ഭയമാണ്. ഏത് ചിന്തകളും, ഈ ലൗകികത്തിലെ ഏത് ചിന്തകളും നമ്മെ ഭയപ്പെടുത്തുന്നവയാ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സർവാണി ശ്രോതാംസി, ഭയമുണ്ടാക്കുന്ന ഭയാവഹതി സർവാണി ശ്രോതാംസി, ഭയത്തെ ആവഹിച്ചെടുക്കുന്ന എല്ലാ തരത്തിലുള്ള സ്രോതാംസുകളെ, പ്രവാഹങ്ങളെയും ചിന്താകല്ലോലങ്ങളെയും വിദ്വാനായ ഒരുവൻ ബ്രഹ്മോടുപേന, ബ്രഹ്മമാകുന്ന തോണി കൊണ്ട് പ്രതരേത, തരണം ചെയ്യണം. കണ്ടോ? അപ്പൊ അവിടെയൊക്കെ നമ്മള് കുറെ വായനയും പഠിത്തവും എഴുത്തും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ശരീരത്തെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെയൊക്കെ ഒന്ന് നേരെ ഇരുത്തി നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോണേന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെയൊക്കെ ഒന്ന് അടക്കി ഓങ്കാരമൊക്കെ ചൊല്ലി ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യം ഒരു 10 പ്രാവശ്യം ചൊല്ലുക. നേരെ നട്ടെല്ല് നിവൃത്തിയിരുത്തി കഴുത്തും അതുപോലെ തന്നെ ശരീരവും തലയും ശിരസും ഒക്കെ നേരെ ഇരുത്തി നമ്മൾ വളയാതെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, മനസ്സിനെ വേറെ എങ്ങടേക്കും വിടാതെ ഓങ്കാരം ചൊല്ലുക. സർവ്വ ചിന്തകളെയും അങ്ങ് കളയുക. അങ്ങനെയുള്ള ആ ഓങ്കാര ജപ ഉപാസന ഒക്കെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒത്തിരി സഹായിക്കുന്നതാണ് പറയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ബ്രഹ്മൈവാഹം. ഉപാസന ഒന്ന് എഴുതി വെച്ചോളണം. എങ്ങനെയൊക്കെയാണ് ഉപാസന ചെയ്യേണ്ടത്, അടുത്ത ദിവസം മുതൽ അത് പ്രാക്ടീസ് ചെയ്തോളണം. നാമജപങ്ങൾ ഉറക്കെയുള്ള ജപമൊക്കെ ഒന്ന് കുറച്ചിട്ട് നിശബ്ദമാകുക. എന്നിട്ട് നമുക്കിപ്പോ നിലത്തൊന്നും ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ കസേര ഇട്ടിട്ട് അതിൽ നടുവ് നിവർത്തി നേരെ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി നേരെ ഇരിക്കുക. ശിരസ് ഇങ്ങനെ താഴ്ത്തി ഇടാതെ ശിരസ് നിവർത്തി വെച്ചിട്ട് നമുക്ക് കസേരയിലെങ്കിലും ഇരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കാനൊക്കെ ഒന്ന് പഠിക്കണം, ശീലിക്കണം. അത് പറയാണ് ബ്രഹ്മൈവ, വെളുപ്പിനുള്ള സമയം ഏറ്റവും നല്ലത് കേട്ടോ. ഒത്തിരി എനർജി നമ്മളിലേക്ക് കയറും. വെളുപ്പിന് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി ഒന്ന് പ്രണവോപാസന ചെയ്താൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ബ്രഹ്മൈവാഹം. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ സൂത്രത്തിലേക്ക് വരാം. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ആ പരമസത്യം തന്നെയാണ് ഈ ലോകസത്യമായിരിക്കുന്നത്. ആ പരമസത്യം തന്നെയാണ് ഞാനാകുന്ന സത്യമായി ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ താത്പര്യം ഉൾക്കൊള്ളുന്ന സൂത്രം കൂടിയാണിത്. ഏതിലാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള സൂത്രം ഉള്ളത്? ഏത് ഉപനിഷത്തിലാണ് അഹം ബ്രഹ്മാസ്മി വരുന്നത്? അത് ഏത് വേദത്തിലാണ്? ഏത് വേദത്തിൽ? അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 4 മഹാവാക്യം യജുർവേദ. ആ 4 മഹാവാക്യങ്ങളും ആവർത്തിച്ച് മനസ്സിലാക്കി ഉള്ളിൽ ഉറപ്പിച്ചു വെക്കുക. അപ്പൊ നോക്കൂ, അഹം എന്നതുകൊണ്ട് ഞാൻ എന്നാണ് അർത്ഥം, അല്ലെ? അഹം എന്നതുകൊണ്ട് ഞാൻ എന്നാണ് അർത്ഥമെങ്കിലും ശ്രദ്ധിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഞാനെന്ന് സകല ജീവികളിലും പ്രകാശിക്കുന്ന ജീവാത്മാവിനെയാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. എന്നിലെ ഒരു കുഞ്ഞു ജീവനെ അല്ല, ഞാനെന്ന് സകല ജീവികളിലും പ്രകാശിക്കുന്ന ആ ജീവാത്മാവിനെ ആണ് അഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ അഹം എന്ന് കേൾക്കുമ്പോൾ സകലതിലും പ്രകാശിക്കുന്ന ആ ജീവനെ ആണ് പറയുന്നത്. ജീവോ ബ്രഹ്മൈവ നാപരഹ നമ്മൾ പറയാറില്ലേ? ജീവൻ ബ്രഹ്മം തന്നെയാണ്, അത് അതിൽ നിന്നും ഭിന്നമായ മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ 12ാം സൂത്രത്തിൽ അതുപോലെ തദിതം. എന്താ തദിതം എന്ന വാക്കിന്റെ അർത്ഥം? തത് ഈതം. തത് എന്ന് പറഞ്ഞാല്
ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം അല്ലെ. അപ്പോ ആ തതെന്ന് പറഞ്ഞ ബ്രഹ്മം പരമസത്യം തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതില് ഇതം എന്ന് പറയുന്നത് പ്രപഞ്ചവാചി ശബ്ദമാണ്. അത് നമ്മൾ അതിനെ എന്തെന്നാ പഠിച്ചത്? കഴിഞ്ഞ സൂത്രത്തിൽ ഈ പ്രപഞ്ചത്തെ പറയാൻ നമ്മളൊരു വാക്ക് പഠിച്ചല്ലോ. അത് ഏതായിരുന്നു? രണ്ട് സൂത്രങ്ങൾ ഒരുപോലെ കണക്റ്റഡ് ആയിരുന്നല്ലോ. പ്രപഞ്ചത്തെ പറയാൻ നമ്മളൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. ഏതായിരുന്നു? ആ ജ്ഞേയം. ആരാ പറഞ്ഞത്? ആ ജ്ഞേയം അല്ലെ, ജ്ഞേയ വിഷയങ്ങള്. അപ്പോ ഇതെന്ന് പറഞ്ഞ പ്രപഞ്ചം അഥവാ ജ്ഞേയ വിഷയങ്ങളെയാണ് ഇതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ജ്ഞേയം പറയുമ്പോൾ ജ്ഞാതാവും കൂടെ ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞത് രണ്ടും കൂടി ഒരുമിച്ച് മിഥുനത്വമായിട്ടാണ് ഇരിക്കണേന്ന് പറഞ്ഞല്ലോ. പ്രപഞ്ചത്തെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അറിയുന്ന ജ്ഞാതാവും ഉണ്ട്. ആ ജ്ഞാതാവാണ് അഹം. അപ്പോ അതായത് ജ്ഞാതാവായി രൂപം പകർന്നിരിക്കുന്നതും ബ്രഹ്മസത്യം തന്നെ എന്ന് കാണിക്കാനാണ്, ജ്ഞേയമായതും ജ്ഞാതാവായതും ബ്രഹ്മസത്യം എന്ന് കാണിക്കാനാണ് ബ്രഹ്മൈവാഹം അസ്മി എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നിവിടെ പറയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കണം, ഇവിടെ അസ്മി എന്ന വാക്ക് നമുക്ക് എപ്പോഴും അസ്മി എന്നുള്ള വാക്ക് എന്തിനോട് കൂടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അഹം എന്ന സംസ്കൃത പദം, അതിൻ്റെ കൂടെ നമ്മൾ അസ്ഥി എന്ന ശബ്ദത്തിന്റെ ഉത്തമപുരുഷ ഏകവചനമായ അസ്മി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ആകുന്നു എന്നുള്ള അർത്ഥമാണ്. അസ്മി എപ്പോഴും ഉണ്ടോ അതിൻ്റെ അടുത്തുള്ള വാക്ക് അഹമായിരിക്കും. ഇനി നമ്മള് തത്വമസി പറയുമ്പോൾ, ത്വം പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തായിരിക്കും? അതൊന്ന് വെറുതെ എഴുതി വെച്ചോ കേട്ടോ. അഹം പറയുമ്പോൾ അതിൻ്റെ കൂടെ എഴുതുന്ന സംസ്കൃതത്തിലെ ക്രിയാരൂപമാണ് അസ്മി, ആകുന്നു. ത്വം വരുമ്പോൾ അതിന്റെ ക്രിയാരൂപമാണ് അസി. രണ്ടിനും ആകുന്നു എന്ന് അർത്ഥം തന്നെയാണ്, കർത്താവ് മാറുന്നേ ഉള്ളൂ. ത്വമസി, തത്വമസി. കണ്ട, അസി എന്ന് പറഞ്ഞാലും ആകുന്നു, അസ്മി എന്ന് പറഞ്ഞാലും ആകുന്നു. അഹം അസ്മി, ത്വം അസി. മനസ്സിലാവുമെന്ന് അറിയില്ല, മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. അത് ഈ അസ്മി എന്ന് കേട്ടപ്പോ ഇത് എന്താണെന്നൊരു സംശയം തോന്നരുത്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം, അസ്മി എന്ന് പറഞ്ഞാൽ ആകുന്നു, അത് തന്നെ അർത്ഥം തന്നെയാണ്. ഒരേ റൂട്ട്, അസ് ധാതുവിൽ നിന്നുണ്ടായ പദങ്ങൾ തന്നെയാണത്. അഹം കർത്താവാകുമ്പോഴാണ് അസ്മി എന്ന പദം ഉപയോഗിക്കുന്നത്. ത്വം കർത്താവാകുമ്പോഴാണ് അസി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് തത്വമസി എന്ന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കണം, ഈ പ്രപഞ്ചം, സമഷ്ടി പ്രപഞ്ചം, ആ ബ്രഹ്മസത്യത്തിൽ നിന്നും ഈ പ്രപഞ്ചം പ്രതീതമായപ്പോൾ എന്താ, അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഞാനെന്ന ജീവനും ഉണ്ടായി. ഈ ബ്രഹ്മസത്യത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായപ്പോൾ അതോടൊപ്പം തന്നെ ഞാനും ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി രൂപം കൊണ്ടു. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല, ഞാനും ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കണ എങ്ങനെ? ബ്രഹ്മം വേറെ, പ്രപഞ്ചം വേറെ, ഞാൻ വേറെ, അങ്ങനെയല്ല. ബ്രഹ്മസത്യത്തിൽ നിന്നും ഈ ജ്ഞേയ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആ ജ്ഞേയ വിഷയത്തിന്റെ ഒരംശം തന്നെയാണ് നാമും എന്ന് അറിയേണ്ടതുണ്ട്. അതായത് കടലിലെ അനേകം തിരകൾ ഉണ്ടാവുമ്പോൾ ഓരോ തിരയും ഓരോ ഞാനുകളാണ്. പക്ഷെ ഒരു കടലിൽ നിന്നാണ് ഈ അനേകം തിരകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഞാനുകളിൽ ഓരോ തിരകളിലും അടങ്ങിയിരിക്കുന്ന വെള്ളം മാത്രമാണ്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അഹമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിലും പ്രസ്ഫുരിക്കുന്ന ജീവാംശമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ജീവാംശങ്ങളെല്ലാം തന്നെ ആ ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ് എന്ന് പറയാ. ഈ ലോകത്ത് എത്രയോ ജീവിവർഗങ്ങളുണ്ട്. ഏതാണ്ട് 87 ലക്ഷം ജീവിവർഗങ്ങൾ ഉണ്ടെന്ന് എയോട് ചോദിച്ചാൽ പറയും 87 ലക്ഷം ഉണ്ടെന്ന്. പക്ഷെ അതിനകത്ത് 14 ലക്ഷം നമുക്ക് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളറിയാത്ത എത്രയോ ജീവിവർഗങ്ങളുണ്ട്. ഒന്നും വേണ്ട, മനുഷ്യന്റെ ശരീരം തന്നെ, അതിനകത്ത് തന്നെ എത്ര അവയവങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതും കൃത്യതയില്ല. അതുപോലെ ഇപ്പോൾ ഒരു ശാസ്ത്രം വീണ്ടും മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും ഒരു ഉറപ്പില്ല. ശാസ്ത്രത്തിന് പോലും അത്ര ഉറപ്പ് വന്നിട്ടില്ല. പക്ഷെ ഈ ജഗദീശ്വരന്റെ ആ സൂക്ഷ്മതയെ, സൃഷ്ടിയെ ആർക്കാണ് വിശദീകരിക്കാൻ സാധിക്കുക? ജഗദീശ്വരൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ വിചിത്രതയെ ആലോചിച്ച് നോക്കൂ. ശാസ്ത്രമൊക്കെ അതിന്റെ ഒരു അറ്റത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോ
ഇവിടെ വരുന്ന ഓരോ ജീവികളും അവരിവിടെ ജനിക്കുന്നു, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു, ഇവിടെ ജീവിച്ച് പിന്നെ ഇല്ലാതാകുന്നു. അപ്പൊ ഇവ ഇങ്ങനെ നിരന്തരം ആ ബ്രഹ്മസത്യത്തിൽ ഉണ്ടായി നിലനിന്നും മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഓരോന്നും ആ സത്യമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് നാം ഇവിടെ അറിയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ബ്രഹ്മസൂത്രത്തിൻ്റെ പിന്നെ നമ്മളിവിടെ ഏതാണ് ഏത് പ്രജ്ഞാനം തോഹമസ്മി ബ്രഹ്മവിദ്യാ പഞ്ചകം അല്ലെ? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ 5-ാമത്തെ ശ്ലോകം ഒന്ന് എടുക്കുക കേട്ടോ. അതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് തീർക്കണമല്ലോ. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 5-ാം ശ്ലോകം ഈ സൂത്രത്തെ എല്ലാം ഒന്നും കൂടി റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഒന്ന് ചൊല്ലാമോ? അതെ അതെ. സംകായൻ വിപ്രചരത് പ്രശാന്തമനസാത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം കുരു സഞ്ചിതം തവ കിമാഗാമി കർമാപ്യസത് ത്വയ്യധ്യസ്തമതോഖിലം ത്വമസി സച്ചിന്മാത്രമേകം വിഭുഃ. അതെ, അതിലെ ഒരു വരി കൊണ്ട് ഗുരു വേദത്തിന് ഉപനിഷത്തിനെ മൊത്തം ചേർത്ത് വെച്ചേക്കാണ്. ഗുരുവിന്റെ ഒരു ഋഷിത്വം നോക്കിക്കേ. അവർ ഒറ്റ വരി കൊണ്ട് 4 മഹാവാക്യങ്ങളെയും ഗുരു അടുക്കി വെച്ചേക്കുക. നോക്കൂ, പ്രജ്ഞാനം ത്വഹമസ്മി തത്വമസി തദ് ബ്രഹ്മായമാത്മേതി സംഖായൻ വിപ്രചര പ്രശാന്ത മനസാ ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം തവ കിമാഗാമി ക്വ കർമാപ്യസത് അല്ലെ ത്വയ്യധ്യസ്തമതോഖിലം ത്വമസി സച്ചിന്മാത്രമേകം വിഭു. ആലോചിച്ച് നോക്കിയേ, ഗുരുവിന്റെ ഒരു കവന ചാതുര്യമാണ്. ഒന്ന് നോക്കിക്കേ, ആ ശ്ലോകം എല്ലാവരും എടുത്തു വെക്കുക കേട്ടാ. അഹം തു പ്രജ്ഞാനമസ്മി 5-ാമത്തെ മന്ത്രത്തിൽ പറയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ അഹം തു പ്രജ്ഞാനമസ്മി, ഞാൻ അറിവാകുന്നു. ഇവിടെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി രണ്ടും ചേർന്നു. അവിടെ 2 മഹാവാക്യവും വന്നു. അഹം തു പ്രജ്ഞാനമസ്മി, ഞാൻ അറിവാകുന്നു. സംസ്കൃത പദങ്ങളിട്ട് ഗുരു അമ്മാനമാടുകയാണ്. ആ ഒരു ഋഷീശ്വരന്റെ ഭാഷയിലെ ഒരു പൗരാണിക ഋഷീശ്വരന്റെ ആ ഒരു രീതിയിലാണ് ഗുരു ഈ ആധുനിക കാലഘട്ടത്തില് ഈ ശാസ്ത്രയുഗത്തിൽ ജീവിച്ചത്. നടരാജഗുരുവിന്റെ വാക്കായത്. ആധുനിക ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും പൗരാണിക ഋഷീശ്വരന്റെ മാതൃക പിന്തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ഗുരുവിൽ നമുക്കുള്ള താല്പര്യമെന്ന് നടരാജഗുരു പറഞ്ഞത് വെറുതെയല്ല. നോക്കൂ, അഹം തു പ്രജ്ഞാനമസ്മി, ഞാൻ അറിവാകുന്നു അല്ലെ, ഞാൻ അറിവാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു. പിന്നെ പറയാണ് തത്വമസി, അത് നീയാകുന്നു അല്ലെ. പിന്നെ പറയാണ് അയം ആത്മാ തദ് ബ്രഹ്മ, ഈ ആത്മാവ് ആ ബ്രഹ്മമാകുന്നു. അഹം തു പ്രജ്ഞാനമസ്മി തത്വമസി അയം ആത്മാ തദ് ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, രണ്ടും അവിടെ വരും. നമുക്ക് ആദ്യത്തേലോ രണ്ടാമത്തേതിലോ അത് വേണമെങ്കിൽ അന്വയിച്ച് ചേർത്ത് പറയാൻ പറ്റും. അഹം തു പ്രജ്ഞാനമസ്മി തത്വമസി അയം ആത്മാ തദ് ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. ഈ സൂത്രങ്ങളെ വേദത്തിന്റെ സാരത്തെയൊക്കെ അവിടെ ചേർത്ത് വെച്ചിട്ട് പറയാണ് ഇതി സംഗായൻ എന്ന് ഗാനം ചെയ്യാനാ ഗുരു പറഞ്ഞത്. ഗാനം ചെയ്തുകൊണ്ട് നടക്കാൻ, ഒരു സാമഗായകനായിട്ട് ആ വേദത്തിന്റെ മന്ത്രങ്ങളെ, ആ മഹാവാക്യങ്ങളെ ഇങ്ങനെ ഗാനം ചെയ്യുക. ആലോചിച്ച് നോക്കിയേ, ഗുരു അതങ്ങനെ അത് അനുഭവിച്ചോണ്ടാണ് നടന്നത്. അപ്പോ ത്വം ഇതി സംഖായൻ എന്നിങ്ങനെ ഗാനം ചെയ്യുന്നവനായിട്ട് ത്വം ബ്രഹ്മബോധോദയാത്. എന്തുകൊണ്ടാണ് നിനക്കിങ്ങനെ ഗാനം ചെയ്ത് നടക്കാൻ സാധിക്കുന്നത്? ബ്രഹ്മബോധം ഉദിച്ചു, ആത്മജ്ഞാനം ഉദിച്ചു, പരമാത്മജ്ഞാനം തെളിഞ്ഞതുകൊണ്ട്, ആ സത്യാനുഭവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് ഇങ്ങനെ ഗാനം ചെയ്ത് നടക്കാൻ സാധിക്കും. അങ്ങനെ നടക്കൂ പറയാണ് ത്വം ബ്രഹ്മബോധോദയാത്. ഇനി എങ്ങനെയാ പറഞ്ഞ, പ്രശാന്ത മനസാ വിപ്രചര, പ്രശാന്തമായ മനസ്സോടുകൂടി വിപ്രചരനാകും. നീ വിശിഷ്ടമായ ജ്ഞാനത്തോടുകൂടി സഞ്ചരിക്കൂ. ആ പരമാത്മജ്ഞാനത്തോടുകൂടി നീ
ശാന്തമായ മനസ്സോടുകൂടി സഞ്ചരിക്കുമെന്ന്. അങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമോ ഭഗവാനെ? പ്രശാന്ത മനസ്സാ വിപ്രചര. നോക്കിക്കേ, അഹം തു പ്രജ്ഞാനമസ്മി തത്വമസി തദ് ബ്രഹ്മായമാത്മേതി സംഘായൻ അയം ആത്മാ തത് ബ്രഹ്മ ഇതി സംഘായൻ ത്വം ബ്രഹ്മബോധോദയ. നിനക്ക് ആ ബോധോദയം കാരണമായിട്ട് പരമാത്മ സത്യം ഉണർന്ന് നീ പ്രശാന്ത മനസ്സാ വിപ്രചര, ശാന്തമായ മനസ്സോടുകൂടി ഈ വിശിഷ്ടമായ അനുഭവത്തിൽ നീ അങ്ങനെ സഞ്ചരിക്കൂ. അങ്ങനെ സഞ്ചരിക്കുന്നവന് പിന്നെ ഒന്നും നോക്കാനില്ല. തവ പ്രാരബ്ധം ക്വാ, നിനക്ക് പിന്നെ ഈ കർമ്മം എവിടെ? കർമ്മം ഇല്ല, പ്രാരബ്ധകർമ്മവും ഇല്ല, ആഗാമിയില്ല, സഞ്ചിതയില്ല, കർമ്മങ്ങൾ ഒറ്റയടിക്ക് പോയി. തവ പ്രാരബ്ധം ക്വാ എന്നാണ് ഭഗവാനെ ഈ അനുഭവത്തിന് ഞങ്ങളെയും പാത്രമാക്കണത് ഭഗവാനെ. തവ പ്രാരബ്ധം ക്വാ, നിനക്ക് പ്രാരബ്ധ കർമ്മം ക്വാ എവിടെ? ക്വനുഭവതി, ക്വനുഭവതി എവിടെയാണ്? ക്വാ എന്നുള്ള വാക്കിന് എവിടെയെന്നർത്ഥം. നിനക്ക് പിന്നെ പ്രാരബ്ധം എവിടെ? ബ്രഹ്മബോധോദയത്തിൽ സഞ്ചരിക്കുന്ന നിനക്ക് പിന്നെ കർമ്മമില്ല, പ്രാരബ്ധം എവിടെ? തവ സഞ്ചിതം കിം, സഞ്ചിത കർമ്മം എവിടെ? കർമ്മങ്ങൾ ആഗാമി സഞ്ചിതവും പ്രാരബ്ധവും ഉണ്ടല്ലോ. പ്രാരബ്ധ കർമ്മത്തിൽ തൽക്കാല ശരീരം വന്നേക്കണ പ്രാരബ്ധത്തിലാണ്. അപ്പോ ഈ പ്രാരബ്ധത്തിൽ നിന്നാണ് നമ്മൾ ആഗാമിയിലേക്ക് കർമ്മങ്ങൾ ശേഖരിക്കുന്നത്. സഞ്ചിതം നമ്മൾ പൂർവ്വജന്മാർജിത കർമ്മങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെയാകുന്നു. തവ പ്രാരബ്ധം കൊനുഭവതി, നിനക്ക് പിന്നെ പ്രാരബ്ധം എവിടെയാണുള്ളത്? തവ സഞ്ചിതം കിം, നിനക്ക് സഞ്ചിത കർമ്മം എവിടെയാണ്? കർമ്മ അഭി അസത്ത്, കർമാപ്യസത്ത്, കർമ്മ അഭി അസത്ത്, കർമ്മം പോലും ഇല്ല. അതുകൊണ്ടല്ലേ ചട്ടമ്പി സ്വാമിയോട് പറഞ്ഞതാ, ഞാൻ പ്രവൃത്തി ഉണ്ട് ആരില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പോ പ്രവൃത്തി ആരുടെ പണിയാണല്ലേ എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോ പറയാണ്, പ്രവൃത്തി മുഴുവനും എന്താ? ജഗതാം ഹിതം, ജഗത് ഹിതത്തിന് വേണ്ടിയായിരുന്നു അവിടുത്തെ പ്രവൃത്തി മുഴുവനും. അല്ല, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത. ബ്രഹ്മവിത്തായിക്കൊണ്ട് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ലോകഹിതത്തിന് വേണ്ടി അവിടെ നിന്ന് നടക്കണേ. ഇപ്പൊ ചട്ടമ്പി സ്വാമിയോട് പറയാണ്, പ്രവൃത്തിയുണ്ട് ആരില്ല. അതാണ് പറയണത് കർമ്മ അഭി അസത്ത്, ആരില്ലാത്ത കർമ്മം, കർത്താവില്ലാത്ത കർമ്മം, അതാ ഗുരു ചെയ്തത്. അപ്പോ കർമ്മം തന്നെയും ഇല്ലാത്തതാകുന്നു. കർമ്മ അഭി അസത്ത്. അതഹ, അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് അഖിലം ത്വയി അധ്യസ്ഥം ഭവതി. നീ ഇപ്പൊ ഈ കൂട്ടിക്കൊണ്ട് നടക്കുന്നതെല്ലാം നിന്റെ സ്വരൂപമല്ല. നിന്റെ സ്വരൂപത്തിൽ അത് നീ ആരോപിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതി വെച്ചിരിക്കുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുക. ഇപ്പോ നീ കൂട്ടി വെച്ചിരിക്കുന്ന ശരീരവും നിന്റെ ബന്ധങ്ങളും നിന്റെ ജീവിതത്തിലെ സകലതും നിന്റെയാണെന്ന് നീ ആരോപിച്ചിരിക്കുന്നതാണ്. സത്യമല്ലേ? ഇതെല്ലാം നമ്മുടെയാണോ? ശരീരം പോലും നമ്മുടെയാണോ? എപ്പോഴാ പോണേന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അപ്പൊ പറയാണ്, അഖിലം ത്വയി അധ്യസ്ഥം ഭവതി, അഖിലവും നിന്നിൽ ആരോപിതമാണ്. നീ എന്ന അധിഷ്ഠാനത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നത് മാത്രമാണ്. അത് ഇത്ര നാളുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മളത് പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ പഠിക്കുക അല്ലേ? എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗുരു പറയാണ്, അഖിലം ത്വയി അധ്യസ്ഥം ഭവതി, അഖിലവും നിന്നിൽ ആരോപിതമാണ്. അതുകൊണ്ട് ത്വം ഏകം സച്ചിന്മാത്രം വിഭു അസ്തി. ത്വം, നീ ഏകവും സച്ചിദാനന്ദ സ്വരൂപനുമായ വിഭുവാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്. നീ ഏകനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, വിഭുവാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്. എന്റെ ദൈവമേ, എന്തൊരു ശ്ലോകമായത് ഭഗവാനെ! ഇതിനകത്ത് ഈ പ്രപഞ്ചത്തെയും ഈ ലോകത്തെ സകല അധ്യാത്മശാസ്ത്രങ്ങളെയും കുറി ചേർത്ത് വെച്ചേക്കുവാണ്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 5-ാമത്തെ സൂത്രത്തിൽ അല്ലെ, ഞാൻ ബ്രഹ്മമാണ്, നീയും ആ ബ്രഹ്മമാണ്, ഈ ആത്മാവ് ബ്രഹ്മമാണ്, ഞാൻ ആ അറിവാണ് എന്നിങ്ങനെ ഗാനം ചെയ്തുകൊണ്ട് നീ ഇങ്ങനെ പ്രശാന്തമായ മനസ്സോടുകൂടി ബ്രഹ്മജ്ഞാന അനുഭവത്തിൽ നീ ശാന്തമായി ഇവിടെ സഞ്ചരിക്കൂ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് ആഗാമി കർമ്മമോ സഞ്ചിത കർമ്മമോ
പ്രാരബ്ധ കർമ്മമോ ഇല്ല. കർമ്മങ്ങളൊന്നും നിന്നിലില്ല. അത് ആ ഒരു ശക്തി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ശക്തിയാൽ നിന്നിൽ ആരോപിതമായിരിക്കുന്നു കർമ്മങ്ങൾ. നീ സച്ചിദാനന്ദ സ്വരൂപനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനുമായ പരമസത്യമാണെന്ന് ശിഷ്യന് ബോധ്യപ്പെടുത്തുകയാണ്. ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ബ്രഹ്മൈവാഹം തദിതം ബ്രഹ്മൈവാഹം അസ്മി എന്നുള്ളത്. ഇവിടെ നമ്മുടെ സൂത്രം നിർത്തുകയാണ്, ലാസ്റ്റ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ജീവൻ വേറെ, ബ്രഹ്മം വേറെ, പ്രപഞ്ചം വേറെ എന്ന തോന്നലെല്ലാം ഭ്രമമാണ്, ഒരേ ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രകടഭാവങ്ങളാണ് എന്ന് അദ്വൈത ചിന്തയിലേക്ക് നാം ഉണരേണ്ടതുണ്ട്. മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും പ്രപഞ്ച ജീവിതത്തിലും ഒക്കെ ദുഃഖത്തിനിടയാക്കുന്ന നിരവധി ഭാവങ്ങൾ ഇവിടെ ഈ ലോകത്തുണ്ട്. മതവും ജാതിയും രാഷ്ട്രീയതയും എല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് മനുഷ്യനെ വേർതിരിച്ചുകൊണ്ട് പരസ്പരം കലഹിപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തെ ഇരുട്ടാർന്നതാക്കി മാറ്റുന്നത്. അവിടെയെല്ലാം ദിവ്യത്വം കൈവരിക്കാൻ കഴിയുന്ന ഒറ്റ മൂലിയാണ് ഗുരു പറഞ്ഞു തന്നു. ജ്ഞാതൃജ്ഞാനങ്ങളെയും ജ്ഞാനജ്ഞേയങ്ങളെയും എല്ലാം ഒന്നായി കാണുന്ന സത്യാവബോധം ഗുരു പറഞ്ഞു തരികയാണ്. അത് തന്നെയാണ് ബ്രഹ്മൈവാഹം എന്ന അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂത്രത്തിന്റെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി.